എല്ലാവരുടെയും ഒഴിവ് വെച്ച ഒരു ദിവസം പോകാമെന്ന് വല്യച്ഛൻ പറഞ്ഞിട്ടും ഹരിക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. ഇതുവരെ ഇത്ര വലിയ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ കിട്ടുമെന്നറിഞ്ഞപ്പോൾ വല്ലാത്തൊരു ധൃതി. നാളെ തന്നെ പോവാന്ന് ആരോടെങ്കിലും പറയാൻ പറ്റോ? അതുമില്ല. ഞാൻ ഫ്രഷ് ആയിട്ട് വരാട്ടാ. ലച്ചു അതും പറഞ്ഞിട്ട് മുകളിലേക്ക് പോയപ്പോൾ ഹരി അവന്റെ ഫോൺ എടുത്ത് അവന്റെ അളിയനെ വിളിച്ചു. എന്താടാ, എന്റെ പെങ്ങളെ കെട്ടാൻ സമ്മതമല്ലെന്ന് പറയാനാണോ? സാരില്ല, ഞങ്ങൾ അവൾക്ക് വേറെ വല്ല ചെറുക്കനെ നോക്കിക്കൊള്ളാം. ഒരു ഹലോ പോലും പറയാതെ ഒരേ ഒരു അളിയനാണെന്ന ബഹുമാനം പോലും കൊടുക്കാതെ റയൻഷ് പറഞ്ഞു. ഹരി പല്ല് കടിച്ചു. ഇതിനെയൊക്കെ വിളിക്കാൻ തോന്നിയ നേരത്ത്. എന്നാ നീ അങ്ങനെ ചെയ്തോ. നല്ല ചെറുക്കന്മാർ ലിസ്റ്റിലുണ്ടെങ്കിൽ എനിക്ക് കൂടെ പറഞ്ഞു തായോ. ഒരു വിവാഹം കഴിഞ്ഞ് ഡിവോഴ്സ് ആയാലും കുഴപ്പമില്ല. എന്റെ പെങ്ങളെ കെട്ടിച്ചു കൊടുക്കാനാ. അവളെ ഒരഹങ്കാരി കെട്ടി. ഈ പോക്കാണെങ്കിൽ വൈകാതെ ബന്ധം പിരിയും. എടാ, നീ എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കലേ. വായിൽ വന്ന നല്ലൊരു തെറി പറയിപ്പിക്കാതെ കടിച്ചു പിടിച്ചുകൊണ്ട് റയൻഷ് പറഞ്ഞു. ആഹാ, നിനക്കാവാം, എനിക്ക് പാടില്ലെന്നല്ലേ എനിക്കറിയാം. അതുപോലെയാണോ നീ? ആണോ? നിന്റെ ഒരേ ഒരു അളിയനല്ലേ ഞാന്? റയൻഷ് കടുപ്പിച്ചു പറഞ്ഞു. വൈകാതെ ബന്ധം പിരിയുമെന്നൊക്കെ പറഞ്ഞ് അവനത്ര പിടിച്ചിട്ടില്ല. ഏതു വകയിൽ? എന്റെ 2 അളിയന്മാരിൽ ഒന്നാണ് നീ. അത് നീ എന്റെ പെങ്ങളെ കിട്ടിയ വകയിലല്ലേ. ഞാൻ പറഞ്ഞത് നിന്റെ പെങ്ങളെ ഞാൻ കിട്ടിയ വകയില. ഏത് വകയിലായാലും എനിക്ക് അളിയന്മാർ 2 ആണ്. എന്നാ നീ പോയി നിന്റെ മറ്റേ അളിയനെ വിളിക്കണം നാറി. പിന്നൊന്നും കേട്ടില്ല. ഹരി ചീരിയുടെ ഫോണിലേക്ക് നോക്കുമ്പോൾ ഫോൺ കട്ടായിട്ടുണ്ട്. ഹരി ശബ്ദത്തിൽ ഒന്ന് ചിരിച്ചു. വീണ്ടും വിളിച്ച് ഫോൺ ചെവിയിലേക്ക് വെച്ചു. കാര്യം പറയട്ടെ അളിയ, ചൂടാവാതെ. ഫോൺ അറ്റൻഡായിന്ന് കണ്ടതുമ്പോൾ ഹരി ഒരു ചിരിയോടെ പറഞ്ഞു. അപ്പുറത്തുനിന്ന് അനക്കൊന്നുമില്ല. ഞാൻ നാളെ എല്ലാവരെയും കൂട്ടി അങ്ങോട്ട് വരണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വല്യച്ഛൻ പറഞ്ഞത് എല്ലാവരുടെയും സൗകര്യം നോക്കി ഒരു ദിവസം പോവാന്ന്. മിക്കവാറും 1-2 ദിവസത്തിലധികം പിടിക്കും. അതിന് ഹരി പറഞ്ഞു വരുന്ന കാര്യം മനസ്സിലായെങ്കിലും മനസ്സിലാവാത്ത പോലെ റയൻഷ് ചോദിച്ചു. അതുകൊണ്ടൊന്നുമില്ല. എന്റെ പെങ്ങൾ എന്റെ പെണ്ണ് കാണൽ കഴിഞ്ഞിട്ടേ അവളെ ഭർത്താവിന്റെ വീട്ടിൽ പോവും. അത് എന്റെ അളിയിലൊരു സങ്കടമാകുമല്ലോ എന്ന് കരുതി. എനിക്കെന്ത് സങ്കടം? എനിക്കൊരു സങ്കടവും ഇല്ല. എന്റെ ഭാര്യ ഇല്ലാതെ എനിക്ക് ഉറക്കം വരില്ല. അതുകൊണ്ട് വൈകിട്ട് ഞാൻ അങ്ങോട്ട് വരും. എന്റെ ഭാര്യ വരുന്നത് വരെ ഞാൻ അവിടെ തന്നെയാകും. അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല. പതുക്കെ മതി. റയൻഷ് പറയുമ്പോൾ ഹരി പല്ല് കടിച്ചു. പിന്നൊന്നും പറയാനില്ലാതെ അവൻ ഫോൺ ചെവിയിൽ വെച്ച് സെറ്റിലേക്ക് ചാരി. എല്ലാം മറിഞ്ഞു വെച്ചുകൊണ്ടാണ് ആ സംസാരമെന്ന് അവനറിയാം. അച്ഛനോട് പറഞ്ഞിട്ട് ഞാൻ നിന്റെ വല്യച്ഛനെ വിളിപ്പിക്കാം. അച്ഛനൊരു ബിസിനസ് ട്രിപ്പ് ഉണ്ട്. നേരത്തെ വരാൻ പറ്റുമെങ്കിൽ നേരത്തെ വരാൻ പറയാം. ബാക്കിയൊക്കെ നിന്റെ കയ്യിലാ. റയൻഷ് പറഞ്ഞതും ഹരി നിറഞ്ഞെന്ന് ചിരിച്ചു. മതി, അത് മതി. ബാക്കിയൊക്കെ നീ രാത്രി വരുമ്പോ തീരുമാനിക്കാം. ഹരി പറയുമ്പോൾ റയൻഷ് ഒന്ന് മോളി. പിന്നൊന്നും പറയാതെ 2 പേരും ഫോൺ വെച്ചു. രാത്രി ലച്ചു TV കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കോളിംഗ് ബെൽ അടിക്കുന്നത്. ഹരി മുകളിൽ അവന്റെ റൂമിലാണ്. ലച്ചു സെറ്റിൽ നിന്നും എഴുന്നേറ്റ് പോയി ജനാലിലെ കർട്ടൻ മാറ്റി ആരാണെന്ന് നോക്കി. പുറത്ത് നിൽക്കുന്ന റയൻഷിനെ കണ്ടതും അവളുടെ ചുണ്ടിൽ ഒരു ചിരി വീഴ്ചു. ആ ചിരിയോടെ തന്നെ അവൾ വാതിൽ തുറന്നു. ഫോൺ അടിച്ചപ്പോൾ അവൻ എടുക്കാതെ വന്നപ്പോൾ തന്നെ ഇതവൾ പ്രതീക്ഷിച്ചതാണ്. ലച്ചു വാതിൽ തുറന്നതും റയൻഷ് അവളെ അടിമുടി അത് നോക്കി. ചെറിയൊരു പിണക്കത്തിലായിരുന്നല്ലോ, അത് മാറിയിട്ടുണ്ടോ എന്ന് നോക്കിയതാണ്. പുരുക്കമുയർത്തി ലച്ചു ചോദിച്ചതും റയൻഷ് അവളെ തോളിലൂടെ കൈയിട്ടു. എന്റെ ഭാര്യയ്ക്ക് എന്നെ കാണാതെ ഉറക്കം വരുമെന്ന് കരുതി. എനിക്ക് ഉറക്കം വരണ്ടേ, പാവം ഞാൻ. റയൻഷ് പറയുമ്പോൾ ലച്ചു അവന്റെ മുഖത്തേക്ക് നോക്കി. അവൻ അവളുടെ ചുണ്ടിൽ പതിയൊന്നും മൊത്തി. ലച്ചു അവന്റെ നെഞ്ചിൽ പിടിച്ച് തള്ളി കണ്ണൂട്ടി നോക്കിക്കൊണ്ട് സെറ്റിലേക്ക് ഇരുന്നു. റയൻഷ് ഒന്നും നോക്കാതെ അവളെ മടിയിലേക്ക് അവന്റെ മുഖം അമർത്തി സെറ്റിലേക്ക് കിടന്നു. എഴുന്നിട്ട് നേരെ എഴുന്നേക്കിച്ചു ഏട്ടാ. ലച്ചു അവനെ തള്ളി മാറ്റിക്കൊണ്ട് പറയുമ്പോൾ റയൻഷ് അവളെ മുഖമുയർത്തി നോക്കി. നിനക്കിപ്പോ എന്നോടൊരു സ്നേഹവുമില്ല. കിച്ചുവേട്ടന് എന്നോട് സ്നേഹമില്ലല്ലോ. പറയുമ്പോൾ ലച്ചുവിന്റെ കണ്ണു നിറഞ്ഞു. റയൻഷ് അവളുടെ മടിയിൽ നിന്ന് മുഖമുയർത്തി അവളുടെ അടുത്തായി സെറ്റിലേക്ക് ഇരുന്നു. ശേഷം വലത്തെ കൈ ഉയർത്തി അവളെ അവന്റെ നെഞ്ചിലേക്ക് ചുറ്റിപ്പിടിച്ചു. ലച്ചു ഒന്നും മിണ്ടാതെ അവന്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി. അങ്ങനെ തോന്നിയോ നിനക്ക്? റയൻഷ് വല്ലാത്തൊരു വേദനയോടെ ചോദിച്ചതും ലച്ചു മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി. ആ മുഖം കണ്ടപ്പോൾ, അവന്റെ നോട്ടം കണ്ടപ്പോൾ ഒന്നും പറഞ്ഞവനെ വേദനിപ്പിക്കാൻ അവൾക്കും തോന്നിയില്ല. ആ സ്ത്രീ എന്തൊക്കെയോ പറഞ്ഞത് ശരിയാ. അതിന് മറുപടി പറഞ്ഞാൽ പിന്നെ അതോടെ എല്ലാം തീരും. ഇനിയും ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നോക്കാം. റയൻഷ് പറയുമ്പോൾ ലച്ചു തല കുലുക്കി. റയൻഷ് മുഖം താഴ്ത്തി ലച്ചുവിന് നെറുക്കിലൊന്ന് മുത്തി. ലച്ചു ഒന്നുകൂടെ അവനിലേക്ക് ചേർന്ന് ഒട്ടിയതും ആ സീൻ കണ്ടുകൊണ്ടാണ് ഹരി സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരുന്നത്. കണ്ണു പൊത്തി വരണോ? ഹരി ചിരിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ ലച്ചു ഒന്ന് ഞെട്ടിക്കൊണ്ട് റയൻഷിന്റെ നെഞ്ചിൽ നിന്ന് മാറാൻ നോക്കി. എവിടെ? അവിടെ അങ്ങനെ ഒരു കുലുക്കമില്ല.
അങ്ങനെ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ചുള്ള സ്നേഹപ്രകടനങ്ങളൊക്കെ കുറവാണ്. പക്ഷേ ഹരിയുടെ മുന്നിൽ അങ്ങനെ തോന്നിയിട്ടില്ല. ഇവിടെ അവിടത്തേക്കാൾ ഒരു സ്വാതന്ത്ര്യവും അടുപ്പവും കാണിക്കുമെന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ട്. നിന്റെ പെങ്ങൾക്ക് ഞാനൊരു ചെറിയ ഉമ്മ കൊടുക്കുന്നത് കാണാൻ നിനക്ക് പറ്റില്ലെങ്കിൽ നീ കണ്ണുപൊത്തിക്കോ. റയൻഷ് പറയുമ്പോൾ ഹരി അവിടെ രണ്ടുപേടെയും മുന്നിലെ സെറ്റിയിൽ വന്നിരുന്നു. ഓ, ചെറിയൊരു ഉമ്മയല്ലേ, അതൊക്കെ കാണാം. വലത് കൊടുക്കുമ്പോൾ പറഞ്ഞാൽ മതി, അപ്പൊ ഞാൻ കണ്ണുപൊത്താം. റയൻഷ് നെഞ്ചിൽ ചാരിയെ ആ ചൂടിരിക്കുന്ന ലച്ചുവിനെ നോക്കി ഹരി പറയുമ്പോൾ ലച്ചു കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ചു. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഒരുത്തി അവിടെ കിടന്ന് കയറ് പൊട്ടിക്കുന്നുണ്ട്. എല്ലാരും കൂടെ പിടിച്ച് ഒതുക്കി വെച്ചിരിക്കുക. കല്യാണം കഴിയാതെ ഇനി അങ്ങോട്ട് വരാൻ പാടില്ലെന്നും പറഞ്ഞിട്ട്. റയൻഷ് ഹരി നോക്കി പറയുമ്പോൾ അവന്റെ ചുണ്ടിലെ ചിരി മാഞ്ഞു. നിനക്ക് കൊണ്ടുവരാമായിരുന്നു. ഓ, എന്തിന്? ഇനിയെല്ലാം അതിനെ മുറയ്ക്ക് നടക്കട്ടെ. ഒരു വട്ടം കൊണ്ടുവന്ന പിന്നെ അവൾ എപ്പോഴും അത് കാണിക്കും. ഇനിയിപ്പോ കയ്യിൽ കിട്ടുമെന്നാ എനിക്ക് പേടി. ഇഷ്ടം പറയാതെ എന്തൊക്കെയായിരുന്നു, ഇനിയുള്ളത് പറയണോ? റയൻഷ് പറയുമ്പോൾ ഹരി ഒന്നും വല്ലാതെയായി. അവൻ ലച്ചുവിനെ നോക്കുമ്പോൾ സംശയത്തോടെ അവര് രണ്ടുപേരെയും നോക്കിയിരിക്കുന്നുണ്ട്. കുഞ്ഞി ഇവിടെ തന്നെയായിരുന്നല്ലോ ശ്രീ, അത് ഉദ്ദേശിച്ച് പറഞ്ഞതാ. റയൻഷ് ഹരിയെ നോക്കി പറയുമ്പോൾ ലച്ചു ഒന്നും മോളി. ഹരി ഒന്നും മിണ്ടാതെ സെറ്റിയിലേക്ക് ചാരിയിരുന്നു. അപ്പോഴും അവന്റെ മനസ്സിൽ അവൾക്ക് ഇങ്ങോട്ട് വരാമായിരുന്നു എന്ന ചിന്തയായിരുന്നു. റയൻഷ് പറഞ്ഞതുപോലെ തന്നെ അവന്റെ അച്ഛനും വല്യച്ഛനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. തൊട്ടടുത്ത ദിവസം തന്നെ വരാമെന്ന് പറഞ്ഞ ശേഷമാണ് അദ്ദേഹം ഫോൺ വെച്ചത്. പിറ്റേന്ന് വൈകുന്നേരം റയൻഷിന്റെ വീട്ടിലേക്ക് പോകാമെന്ന് വല്യച്ഛൻ ഹരി വിളിച്ച് പറയുകയും ചെയ്തു. നാളെ തന്നെ പോണോ വലിച്ച? 1-2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു. പറയുന്നതിനൊപ്പം അവന്റെ മുന്നിലെ സെറ്റിലിരുന്ന് അവനെ നോക്കുന്ന റയൻഷിനെ ഒന്ന് കണ്ണ് ചിമ്മി കാണിച്ചു. റയൻഷ് കൈ മലർത്തി അവിടെ നിന്ന് അവന്റെ റൂമിലേക്ക് നടന്നു. അങ്ങനെ അതിലൊരു തീരുമാനമായി. ഇനി അവന്റെ ഭാര്യയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കട്ടെ. റൂമിലേക്ക് കടന്നതും ലച്ചു കുളി കഴിഞ്ഞ് ഇറങ്ങി വരുവാണ്. ഒരു ടോപ്പും പാൻറ്റുമാണ് വേഷം. റയൻഷ് വാതിലടച്ച് ലോക്കാക്കി അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ പൊക്കിയെടുത്ത് ബെഡിലേക്ക് കിടത്തി. ഒപ്പം അവനും അവളിലേക്ക് അമർന്നു. കിച്ചുവേട്ടാ ഒന്നും പറയാൻ സമ്മതിച്ചില്ല. അതിനു മുൻപ് തന്നെ അവനവളെ ചുണ്ടിലേക്ക് അവന്റെ ചുണ്ടിനെ മുട്ടിച്ചു കഴിഞ്ഞത്. ലച്ചു കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ച് അവന്റെ മുടിയിൽ പിടിച്ചു വലിച്ചു. മിണ്ടല ശ്രീ, ഒരു ഉമ്മ തരട്ടെ. ഇതാണോ ഒരുമ്മ? നീർന്ന കീഴ്ചുണ്ട് വലിച്ചു പിടിച്ചുണ്ട് അതിലേക്ക് നോക്കി ലച്ചു ദേഷ്യത്തിൽ ചോദിച്ചു. റയൻഷ് ബെഡിലേക്ക് മലർന്ന് കിടന്നുകൊണ്ട് ചിരിച്ചു. ലച്ചു അവന്റെ ചിരി കണ്ടതും അവന്റെ മുകളിലേക്ക് കയറി അവന്റെ ചുണ്ടിലേക്ക് അവളുടെ ചുണ്ടിനെ മുട്ടിച്ചു. റയൻഷ് കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ചു. പെണ്ണ് കടിച്ചു വലിക്കുവാണ്. റയൻഷ് അവളെ ബെഡിലേക്ക് മലർത്തി കിടത്തി അവൾക്ക് മുകളിലേക്ക് അമർന്നു. അപ്പോഴും ലച്ചുവിന്റെ ചുണ്ടുകൾ റയൻഷിന്റെ ചുണ്ടിൽ തന്നെയായിരുന്നു. റയൻഷ് അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ AC കൂട്ടി ലൈറ്റ് ഓഫ് ആക്കി. കാലിന്റെ ഭാഗത്ത് കിടന്ന പുതപ്പ് എടുത്തുകൊണ്ട് അവരെ രണ്ടുപേരെയും അവൻ മൊത്തത്തിൽ മൂടി. ആദ്യം ലച്ചുവിന്റെ മൂടലും കുറുകലും പിന്നെ അവളുടെ പൊട്ടിച്ചിരിയും ആ റൂമിൽ നിറഞ്ഞു. ഒടുവിൽ രണ്ടുപേരുടെ കിടപ്പും. പിറ്റേന്ന് ഹരിയും ലച്ചുവും ഓഫീസിൽ നിന്ന് വന്ന ശേഷം എല്ലാവരും കുളിച്ചു മാറ്റി റെഡിയായി പോവാനിറങ്ങി. ഹരിയെ കാത്ത് എല്ലാവരും ഹാളിലിരിക്കുകയാണ്. റയൻഷ് രാവിലെ ഇവിടെ നിന്ന് നേരെ ഓഫീസിൽ പോയിരിക്കുകയാണ്. ഇനി നേരെ അവന്റെ വീട്ടിലോട്ട് പോകും, ഇങ്ങോട്ട് വരില്ല. ഹരി സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന കണ്ടതും എല്ലാവരുടെയും കണ്ണുകൾ അവന്റെ നേരെയായി. അവൻ ആക്കി വെച്ച അമൽ എന്നത്തേക്കാൾ ഒരുങ്ങിറങ്ങുകയും ചെയ്തു. ഇതിപ്പോ എല്ലാരും നോക്കി നിൽക്കുമ്പോൾ ആകെ ഒരു മടി. തിരിച്ച് റൂമിലേക്ക് പോയാലോ? വേഗം വാ ഏട്ടാ, രാത്രി ആവില്ലേ? ലച്ചു ധൃതി കൂട്ടിയതും ഹരി വേഗം സ്റ്റെപ്പ് ഇറങ്ങി. എല്ലാരും അവനിൽ നിന്ന് കണ്ണുകൾ മാറ്റി കാറിന്റെ അടുത്തേക്ക് നടന്നു. ഹരി തന്നെയാണ് അവന്റെ വണ്ടി എടുത്തത്. കോ ഡ്രൈവിംഗ് സീറ്റിൽ ലച്ചു ഇരുന്നു. ടെൻഷൻ ഉണ്ടോ? ലച്ചു അവന്റെ കയ്യിൽ പിടിച്ച് ചോദിക്കുമ്പോൾ ഹരി കണ്ണു ചിമ്മി. പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് മുന്നിലേക്ക് വെക്കുമ്പോൾ മെസ്സേജ് ടോൺ കേട്ടു. ഹരി കാർ സ്റ്റാർട്ടാക്കിക്കൊണ്ട് ഫോൺ ഓൺ ആക്കി. പോന്നില്ലേ, വേഗം വാ. റോഷ്നിയുടെ മെസ്സേജ് കണ്ടതും അവൻ പല്ല് കടിച്ചു. മനുഷ്യനാകെ ടെൻഷൻ അടിച്ച് ഭ്രാന്ത് കയറി നിൽക്കുമ്പോഴാ അവളുടെ പോവാം. പിന്നിൽ നിന്ന് വല്യമ്മ ചോദിച്ചതും അവൻ വണ്ടി മുന്നോട്ടെടുത്തു. ആ വണ്ടി പിന്നെ നിന്നത് റോഷ്നിയുടെ വീടിന്റെ മുറ്റത്താണ്. എല്ലാവരും കാറിൽ നിന്നിറങ്ങിയ ശേഷവും ഹരി കാറിൽ നിന്നിറങ്ങിയില്ല. ഫോണിൽ ക്യാമറ ഓൺ ആക്കി മൊത്തത്തിൽ ഒന്ന് നോക്കി. വലത്തെ കൈകൊണ്ട് മൂടിയൊന്ന് ഒതുക്കിയ ശേഷം അവൻ കാറിൽ നിന്നിറങ്ങി. കാറിൽ നിന്നിറങ്ങി നേരെ നോക്കിയതും ഉമ്മർത്ത് നിരന്നു നിൽക്കുന്ന റോഷ്നിയുടെ വീട്ടുകാരുടെ മുഖത്തേക്കാണ്. ഈശ്വര, ഹരിയുടെ നെഞ്ചൊന്ന് ഇടിച്ചു. ഇറങ്ങി ഓടിയാലോ? കയറി വാ. ദേവേന്ദ്രൻ വന്ന് എല്ലാരെയും അകത്തേക്ക് ക്ഷണിച്ചു. രുദ്രൻ വന്ന് ഹരിയുടെ നേരെ കൈ നീട്ടി. ഹരി ചീറ്റിയുടെ ആ കൈയിൽ കൈ ചേർത്ത്. രുദ്രൻ ഹരിയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അകത്തേക്ക് കയറി. സുന്ദരനായിട്ടുണ്ടല്ലോ. ഹരിയും രുദ്രനും സ്റ്റെപ്പ് കയറുമ്പോൾ റയൻഷ് മുന്നിൽ വന്നെന്ന് പറഞ്ഞതും ഹരി അവന് തുറച്ചു നോക്കി. ഉണ്ടായിരുന്ന കോൺഫിഡൻസ് ചോർന്നു പോകുന്നത് പോലെയാണ് അവന് തോന്നിയത്. ചുമ്മാ നാണിക്കാതെ വാടാ.
റയൻഷ് അവന്റെ മുതുകിലൊന്ന് തട്ടിപ്പാഞ്ഞതും ഹരി അകത്തേക്ക് നടന്നു. ആ വീട്ടിലെ കെട്ടിച്ചുവിട്ട മക്കളും അവരുടെ ഭർത്താക്കന്മാരും ഒക്കെ വന്നിട്ടുണ്ട്. ഏതാണ്ട് 2 വീട്ടുകാരും ഉറപ്പിച്ച കെട്ടാണല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും ചെറുക്കനൊന്ന് കാണാൻ. ചെറുക്കൻ വന്നു. ആരോ അടുക്കളയിലേക്ക് വന്നു പറഞ്ഞതും അതുവരെ ഫോണിൽ തോണ്ടിക്കൊണ്ടിരുന്ന റോഷ്നി ചെയറിൽ നിന്നും എഴുന്നേറ്റും വേഗത്തിൽ ഹാളിലേക്ക് നടക്കാൻ ഒരുങ്ങിയതും സുഭദ്ര അവളുടെ കയ്യിൽ പിടിച്ചു. നീ എങ്ങോട്ടാ? ഞാൻ ഹാളിലേക്ക്. എന്തൊക്കെയാ എടുക്കാനുള്ളത്? അതൊക്കെ എടുത്തിട്ട് നിങ്ങൾ പുറകെ വാ, ഞാൻ പോവാ. അതും പറഞ്ഞിട്ട് സുഭദ്രയുടെ കൈ വിടുവിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു. എന്നാൽ അതിനു മുൻപ് വല്യമ്മയുടെ മൂത്ത മകൾ അവളെ മുന്നിൽ വന്ന് നിന്നു. അതൊന്നും പറ്റില്ല. അവർ കയറി വന്ന് അവിടെ ഇരിക്കട്ടെ, നിന്നെ വിളിക്കും, അന്നേരം പോകാം. അതാണ് മര്യാദ. എനിക്കത്ര മര്യാദയൊന്നും വേണ്ട, ഞാൻ പോവും. അതും പറഞ്ഞിട്ട് മുന്നോട്ട് നടക്കാൻ തുടങ്ങിയവളെ എല്ലാവരും കൂടെ പിടിച്ചു വെച്ചു. മുത്തശ്ശൻ വരാൻ പറഞ്ഞപ്പോഴാണ് ഓരോരുത്തരും അവളുടെ കയ്യിൽ പിടിവിട്ടത്. ഈ ട്രേ പിടിച്ചു. ജ്യൂസ് ഗ്ലാസ് നിറഞ്ഞ ട്രേ അവളെ നേരെ നീട്ടിക്കൊണ്ട് സുഭദ്ര പറഞ്ഞു. ഇത് ചുറ്റിയിട്ട് ഒറ്റയ്ക്ക് തന്നെ നടക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് 10 ഗ്ലാസും താങ്ങിയിട്ട് അമ്മ അതും പിടിച്ചെന്റെ പിന്നാലെ വാ. എന്റെ ഹരിയോടല്ലേ, ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട. അതും പറഞ്ഞുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നതും എല്ലാവരും പരസ്പരം ഒന്ന് നോക്കിക്കൊണ്ട് അവൾക്ക് പിന്നാലെ നടന്നു. ഹാളിലേക്ക് ചെന്ന റോഷ്നിയുടെ കണ്ണിൽ ആദ്യം പഞ്ഞത് ഹരിയാണ്. അവൻ കയ്യിലെ വാച്ചിലേക്ക് നോക്കിയിരിക്കുകയാണ്. മുടിയും താടിയും ഒക്കെ ഷേപ്പ് ആക്കിയിട്ടുണ്ട്. ഒരു കാപ്പി നിറത്തിലുള്ള ഷർട്ടും വെള്ള നിറത്തിലുള്ള പാൻറ്റുമാണ് അവന്റെ വേഷം. കാണാൻ നല്ല ഭംഗിയുണ്ട്. ജ്യൂസ് ഇങ്ങോട്ട് കൊടുത്തു. ദേവേന്ദ്രന്റെ ശബ്ദം കേട്ടപ്പോൾ ഹരി മുഖമുയർത്തി ആ ഭാഗത്തേക്ക് നോക്കി. സാരിയൊക്കെ കൊടുത്ത് നിൽക്കുന്നവളെ കണ്ടപ്പോൾ അവന്റെ കണ്ണൊന്നും വിടർന്നു. ഒരൊറ്റ നോട്ടം, പിന്നെ നോക്കിയില്ല. എല്ലാവരുടെയും കണ്ണുകളും അവരിൽ തന്നെയായിരിക്കുമെന്ന് അവന് ഉറപ്പുണ്ട്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് നോക്കാനേ പോയില്ല. ലച്ചുവിന് ആകെ ഒരു പരവേശം, ആരുടെ ഒപ്പം നിൽക്കുമെന്ന ഒരു തോന്നൽ. ഹരിയാണെങ്കിൽ അവളെ വിടാതെ ഒപ്പം പിടിച്ചിരുത്തിയിട്ടുണ്ട്. കൊടുക്ക്. സുഭദ്ര റോഷ്നിയെ നോക്കി കണ്ണൊട്ടിക്കൊണ്ട് പറഞ്ഞതും അവളൊരു ഗ്ലാസ് ജ്യൂസ് ലച്ചുവിനെ നേരെ നീട്ടി. ലച്ചു ഒന്ന് ചിരിച്ചു കൊടുത്തു. റോഷ്നി അതിന് കണ്ണ് ചിമ്മി കാണിച്ചു. വല്യമ്മയ്ക്ക് നേരെ ഗ്ലാസ് നീട്ടുമ്പോൾ റോഷ്നി മനോഹരമായി എന്ന് ചിരിച്ചു കൊടുത്തു. ആർക്കും ഇഷ്ടം തോന്നുന്നു ഭംഗിയുള്ള ഒരു കുട്ടി. സാരിയിൽ ഒന്നുകൂടെ ഭംഗിയുണ്ട്. അവസാനത്തെ ഗ്ലാസ് ഹരിയുടെ നിരക്ക് നീട്ടുമ്പോൾ അവൻ അവളെ നോക്കാതെ അത് വാങ്ങി. റോഷ്നിയുടെ കണ്ണുകൾ ചുരുങ്ങി. അവളൊരു ഭാഗത്തേക്ക് ഒതുങ്ങി നിന്നും ഈ വരച്ചു ചുറ്റിയതൊക്കെ കൂടെ അഴിച്ചു പറിച്ച് കളയാൻ തോന്നി. കുട്ടികൾക്ക് പരസ്പരം ഇഷ്ടമായ സ്ഥിതിക്ക് അധികം വൈകിപ്പിക്കേണ്ടെന്നാണ് എൻ്റെ തീരുമാനം. ഇനി അതിൽ ആർക്കെങ്കിലും ഒരു എതിരഭിപ്രായമുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. മുത്തശ്ശൻ ചോദിക്കുമ്പോൾ ആരും ഒന്നും മിണ്ടിയില്ല. ഹരി മുഖമുയർത്തി റോഷ്നിയുടെ അപ്പച്ചയും വല്യമ്മയും നോക്കി. ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോ ഈ നിമിഷം പറയണം. വിവാഹം കഴിഞ്ഞിട്ട് പറയാൻ നിൽക്കരുത്. ആർക്കെങ്കിലും ഒരു എതിരഭിപ്രായമുണ്ടെങ്കിൽ ഞാനിപ്പോ ഇതിൽ നിന്ന് പിന്മാറും. ഹരി അവരെ 2 പേരെയും നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു. 2 പേരും ഒന്നും മിണ്ടിയില്ല. റോഷ്നി പല്ല് കടിച്ചുകൊണ്ട് ഹരിയെ നോക്കി. അവന്റെ കോപ്പിലൊരു ഡയലോഗ്. എല്ലാം കഴിഞ്ഞ് ഒരു ദിവസം കയ്യിൽ കിട്ടുമല്ലോ, തരാം. എണ്ണി വെച്ചിട്ടുണ്ട്, തരാം. അപ്പോ ആർക്കും ഇതിലൊരു എതിരഭിപ്രായമില്ലാത്ത സ്ഥിതിക്ക് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാം. ദേവേന്ദ്രൻ എല്ലാവരോടും കൂടെ ചോദിക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ തല കുലുക്കി. അപ്പോഴും റോഷ്നിയുടെ മുഖം വീർത്തിരുന്നു. എല്ലാവരും ഇരുന്ന് ഓരോന്ന് സംസാരിക്കുകയാണ്. നിശ്ചയം വേണോ അതോ കല്യാണം മതിയോ എന്നൊക്കെയുള്ള ചർച്ച. ഹരി അതിലൊന്നും അഭിപ്രായം പറയാതെ അലസമായിരുന്നു. അവരെന്ന് ബാധിക്കുന്ന വിഷയമേ അല്ല അവർ പറയുന്ന പോലെ ഒരു ഇരിപ്പ്. എല്ലാവരും ആ സംസാരത്തിന് ഇടയിലാണെന്ന് കണ്ടതും അവൻ മുഖം ചേരിച്ചുകൊണ്ട് റോഷ്നിയെ നോക്കി. ഒരു ചെറുചീരിയുടെ നോക്കാനാണ് ഉദ്ദേശിച്ചെങ്കിലും അവന് ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ ചിരി വന്നില്ല. അതുപോലെ ഒരു നോട്ടമാണ് തിരിച്ചു കിട്ടിയത്. റോഷ്നി അവളുടെ കണ്ണുകൾ ഉരുട്ടി കലിപ്പിലൊന്ന് നോക്കിയതും ഹരി പൂരികം പൊക്കി. റോഷ്നി അവനിൽ നിന്നും എന്നൊരു പറച്ചിയുടെ മുഖം തിരിച്ചു. ഹരിയുടെ നോട്ടം റോഷ്നിയിൽ നിന്നും റയൻഷിലേക്ക് നീണ്ടും. വല്യച്ഛന്മാരും മുത്തച്ഛനും അച്ഛനും ഒക്കെ ഓരോ അഭിപ്രായം പറയുന്നതേയുള്ളൂ. എല്ലാം തീരുമാനിക്കുന്നത് അവിടുന്നാണ്. വിവാഹമൊന്നും അത്ര പെട്ടെന്ന് വേണ്ട. ഹരിയുടെ അച്ഛനും അമ്മയും മരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് മതിയെന്നാണ് അവന്റെ തീരുമാനം. അതുകൊണ്ട് 1 വർഷം കഴിയട്ടെ, നിശ്ചയം നമുക്ക് എത്രയും വേഗം നടത്താം. റയൻഷ് അവന്റെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് നേരെ നോക്കിയത് ഹരിയുടെ മുഖത്തേക്കാണ്. റയൻഷ് പുരികം പൊക്കി. ഹരി കണ്ടുകൊണ്ട് റോഷ്നിയെ കാണിച്ചു കൊടുത്തു. റയൻഷിന് ആദ്യം മനസ്സിലായില്ല, പിന്നെ കത്തി. അവൻ തലയൊന്നു കുലുക്കി. ഇനി ഇതിൽ വല്ല മാറ്റവും ഉണ്ടെങ്കിൽ ഹരിയും കുഞ്ഞും സംസാരിച്ചൊരു തീരുമാനമെടുക്കട്ടെ. അതല്ല നല്ലത്. അവരുടെ കാര്യമല്ലേ, അവർ തീരുമാനിക്കട്ടെ. റയൻഷ് എല്ലാവരെയും നോക്കി പറയുമ്പോൾ എല്ലാവരുടെയും നോട്ടം ഹരിയിലേക്ക് നീണ്ടും. ഏയ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങൾക്കങ്ങനെ ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കണ്ട. നിങ്ങളെല്ലാവരും കൂടെ ആലോചിച്ചൊരു തീരുമാനമെടുക്ക്. അതിന് ഞങ്ങൾക്ക് സമ്മതമാണ്. ഹരി പറയുമ്പോൾ റയൻഷ് പല്ല് കടിച്ചു. ഇതിന് ഒരു ചവിട്ട് കൊടുത്താലോ? എന്ന് നമുക്ക് കിച്ചു പറഞ്ഞതുപോലെ തീരുമാനിക്കാം. നല്ലൊരു ദിവസം നോക്കി നിശ്ചയം നടത്താം. അതിനു മുൻപ് ജാതകം നോക്കേണ്ടേ? അതിനുശേഷം ഒരു ദിവസം കുറിക്കാം.
ദേവേന്ദ്രൻ പറയുമ്പോൾ ഹരി വീണ്ടും റയാൻഷിനെ നോക്കി കണ്ണ് കാണിച്ചു. റയാൻഷ് കലിപ്പിൽ ഒന്ന് നോക്കിയപ്പോൾ ഹരി കണ്ണ് ചുരുക്കി കാണിച്ചു. അവർക്കിനി എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചോട്ടെ, ചടങ്ങുകളെല്ലാം അതിന്റെ മുറ പോലെ നടക്കട്ടെ അല്ലേ? രുദ്രനാണ് പറഞ്ഞത്. അവൻ അങ്ങനെ പറഞ്ഞതും ഹരി ഒരു ചമ്മിയ ചിരിയോടെ രുദ്രനെ നോക്കി. റയാൻഷിനോട് അവൻ പറഞ്ഞത് മനസ്സിലായിട്ടാവും രുദ്രൻ അങ്ങനെ പറഞ്ഞെന്ന് അവനും മനസ്സിലായി. അങ്ങനെ സംസാരിക്കണമെന്നൊന്നുമില്ല. ഹരി ഒരു ചെറു ചിരിയോടെ പറഞ്ഞതും രുദ്രൻ അവനെ നോക്കി. പിന്നെന്താ അവൻ കണ്ണുകൊണ്ട് കാണിച്ചത്? ഇനി അതല്ലേ എന്ന പോലെ. അളിയനെ കുറിച്ച് ഈ അളിയന് വലിയ ധാരണയില്ലല്ലോ, അതിന്റെയാണ്. ഉണ്ട്, എനിക്കിത്തിരി സംസാരിക്കണം എന്നുണ്ട്, വാ. റോഷ്നി അതും പറഞ്ഞിട്ട് മുന്നോട്ട് നടന്നതും ഹരിയെ നശിപ്പിച്ചു. എന്നിട്ട് ഭാവത്തിൽ അവളെ നോക്കി. അവൻ വേണ്ടെന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ നിർബന്ധിക്കും, അന്നേരം അവളുടെ അടുത്തേക്ക് പോവാം എന്നൊക്കെയുള്ള പ്ലാനിലായിരുന്നു. എല്ലാം നശിപ്പിച്ചു. അല്ലെങ്കിലും റിയാൻഷിന്റെ പെങ്ങൾ നിന്ന് അവനിത് കുറച്ചും കൂടെ മുൻപേ പ്രതീക്ഷിക്കണമായിരുന്നു. എന്നാൽ റിയാൻഷ് നേരത്തെ പ്രതീക്ഷിച്ചതാണ്. വാ. റോഷ്നി അവന്റെ അടുത്തേക്ക് വന്നതും അവൻ എല്ലാരെയും ഒന്ന് നോക്കിക്കൊണ്ട് പതിയെ സെറ്റിൽ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് നടക്കാനൊരുങ്ങി. എന്നാൽ അതിന് സമ്മതിക്കാതെ റോഷ്നി അവന്റെ കയ്യിൽ പിടിച്ചു. റൂമിലേക്ക് പോവാം, വാ. അതും പറഞ്ഞിട്ട് അവൾ അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോകുമ്പോൾ ഹരി ലച്ചുവിനെയും റയാഷിനെയും ദയനീയമായി നോക്കി. രണ്ടുപേരുടെയും ചുണ്ടിലും കടിച്ചു പിടിച്ച ഒരു ചിരിയുണ്ടായിരുന്നു. സ്റ്റെപ്പിന്റെ ഭാഗത്തൂടെ മുകളിലേക്ക് നടക്കുമ്പോൾ ഹരി അവിടെ നിൽക്കുന്ന ഒരു കൂട്ടം സ്ത്രീകളെ നോക്കി. അവനെ നോക്കി ചിരിച്ചതും അവനൊന്ന് ചിരിച്ചു കൊടുത്തു. കൈ പറഞ്ഞു പോകുമോ എന്നൊരു പേടിയിൽ ഹരി മുന്നോട്ട് നടക്കുമ്പോൾ റോഷ്നി അവളുടെ റൂമിന്റെ ഡോർ തുറന്ന് അവനെ ഉള്ളിലേക്ക് വലിച്ച് ബെഡിലേക്ക് തള്ളിയിട്ട് കഴിഞ്ഞിരുന്നു. ഹരി മലർന്നടിച്ചുകൊണ്ട് ബെഡിലേക്ക് വീണു. ഔ എന്നൊരു പറച്ചിലൂടെ ഹരി തല പൊക്കി നോക്കിയതും വാതിലടിച്ച് ലോക്കാക്കി ഒരുത്തി സാരിയും പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഹരി തല പൊക്കിയതുപോലെ അവിടെ തന്നെ വെച്ച ശേഷം കണ്ണുകൾ അടിച്ചു ചത്തപോലെ കിടക്കാം. ഡാ. റോഷ്നി മുന്നിൽ വന്ന് നിന്ന് ഉറക്കെ വിളിച്ചിട്ടും ഹരി കണ്ണ് തുറന്നില്ല. റോഷ്നി പല്ല് കടിച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. മര്യാദയ്ക്ക് കണ്ണ് തുറന്നോ, എന്നെ നോക്കിക്കോ, ഞാൻ ചത്തതാടി, കണ്ണ് തുറന്നാ നീ എന്നെ കൊന്നാലോ. ഹരി കണ്ണ് തുറക്കാതെ കിടന്ന കിടപ്പിൽ പറഞ്ഞതും റോഷ്നി സാരി പൊക്കി പിടിച്ചുകൊണ്ട് അവന്റെ മുകളിൽ കയറിയിരുന്നു. ഹരി കണ്ണ് തുറന്നു. ഇതുവരെ തുറക്കാത്ത പോലെ ഒരു തുറക്കൽ മിഴിഞ്ഞ കണ്ണോടെ. നീ എന്ത് ചെയ്യാൻ പോവാ? രണ്ട് കൈയും ബെഡിലേക്ക് കുത്തി അരവരെ പൊക്കിക്കൊണ്ട് ഹരി ചോദിച്ചു. അരയ്ക്ക് താഴെയാണല്ലോ അവളുടെ ഇരിപ്പ്. കൊല്ലാൻ പോവാ? ഹാവു, കൊല്ലാനാണോ? ഞാൻ വേറെ എന്തിനോ ആണെന്ന് കരുതി. അതും പറഞ്ഞിട്ട് അവൻ അവിടെ തന്നെ കിടന്നു. റോഷ്നി ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന പോലെ അവനെ നോക്കി. ഹരി അവന്റെ രണ്ട് കൈയും തലയ്ക്കടിയിൽ വെച്ച് ആ റൂം മൊത്തത്തിലൊന്ന് നോക്കി. എന്നെ കാണാൻ വന്നതാണോ അതോ റൂം കാണാൻ വന്നതാണോ? റോഷ്നി ചോദിച്ചതും ഹരി അങ്ങനെ കിടന്നുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി തുറച്ചു നോക്കിയിരിക്കുന്നുണ്ട്. റൂം കാണാൻ, അല്ലാതെ നിന്നെ എന്തിനാ കാണുന്നത്? നിന്നെ കുറെ കണ്ടതല്ലേ. ചുമ്മാ ആ ദേഷ്യമൊന്ന് കൂട്ടാൻ ഹരി പറഞ്ഞു. റോഷ്നി അവന്റെ മുകളിൽ കയറിയതുപോലെ തന്നെ ഇറങ്ങി. ശേഷം വീട്ടിലായിരുന്നു. മുല്ലപ്പൂ കിട്ടിയില്ലേ? കിടന്നിടത്തുനിന്ന് ഒരല്പം നിരങ്ങി കെട്ടിവെച്ച റോഷ്നിയുടെ മുടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. കളിയാക്കിയതാണ്, പോടാ. ആ കൈ തട്ടി മാറ്റിയ റോഷ്നി പറഞ്ഞു. ഹരി ചിരിയോടെ കിടന്നിടത്തുനിന്നും എഴുന്നേറ്റ് റോഷ്നിയുടെ അടുത്തേക്കിരുന്നു. തോളിയുടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചു. പോ, എന്നെ തൊടണ്ട. കൈ തട്ടി മാറ്റി കുറച്ച് നീങ്ങി നിരങ്ങിയിരുന്നു. ഹരി ചിരിച്ചു. അത് ശരി, എന്റെ എല്ലായിടത്തും കയറിയിരിക്കാം, എന്നെ തൊടണ്ട. എനിക്ക് തൊടാനും പിടിക്കാനും പറ്റില്ലല്ലേ? അത് ഇവിടുത്തെ ന്യായ? അതെന്റെ ന്യായ. എന്നോട് സംസാരിക്കാൻ ഇല്ലാത്തവരൊന്നും എന്നോട് മിണ്ടണ്ട. മിണ്ടുന്നില്ല, പക്ഷെ സംസാരിക്കാൻ എന്ന് പറഞ്ഞ് വിളിച്ചു വന്ന ആള് പറ, ഞാൻ കേൾക്കട്ടെ. ഹരി പറയുമ്പോൾ റോഷ്നി കത്തുന്ന ഒരു നോട്ടം നോക്കിയിട്ട് ബെഡിൽ നിന്നും എഴുന്നേറ്റ് നിന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും മുലഞ്ഞു പോയി സാരി ഒതുക്കിക്കൊണ്ട് അവൾ ഹരിയെ നോക്കി. എന്നെ കാണാൻ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ, ഭംഗിയുണ്ടല്ലേ. എന്തേ, നിനക്കിഷ്ടായില്ലേ? ഹരി പൊട്ടി വന്ന ചിരി ഒതുക്കിക്കൊണ്ട് പറഞ്ഞു. റോഷ്നി അവന്റെ ഷോൾഡറിൽ അമർത്തി ഒന്ന് തല്ലി. കാലിപ്പ് തീരണില്ലല്ലോ. ഞാനൊരു പൊട്ടി. ഉടുത്ത് നടക്കാൻ അറിയാത്ത ഈ സാധനം വലിച്ചു പാരി കൊടുത്ത് കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ വെച്ച് ഒരുങ്ങി നിന്നപ്പോൾ കാണാൻ ആരുമില്ല. അതുവരെയുള്ള ദേഷ്യമൊന്നും ആ വാക്കുകളിൽ ഉണ്ടായിരുന്നില്ല. പരിഭവമായത് ഹരി റോഷ്നിയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവന്റെ മടിയിലേക്ക് ഇരുത്തി. റോഷ്നി കുതിരെ മാറാതെ അവന്റെ മടിയിൽ അടങ്ങി ഒതുങ്ങിയിരുന്നു. അവരുടെയൊക്കെ മുന്നിൽ ഞാൻ ചുമ്മാ ഒന്ന് വെയിറ്റ് ഇട്ടതല്ലേ, അല്ലാതെ എനിക്ക് എന്റെ കുഞ്ഞിപ്പെണ്ണിനോട് സംസാരിക്കണമെന്ന് പറയോ? റോഷ്നിയുടെ മൂക്കിൻ തുമ്പിൽ പതിയൊന്ന് തട്ടിക്കൊണ്ട് അവൻ പറഞ്ഞതും റോഷ്നി അവന്റെ മുഖത്തേക്ക് നോക്കി. ഇതുവരെ ഇല്ലാത്തൊരു ഭംഗി അവർക്ക് പരസ്പരം തോന്നി. സ്വന്തമാണെന്ന് ഉറപ്പിച്ച മനസ്സുകൾ തമ്മിലുള്ള ഭംഗി. സാരിക്ക് കൊടുത്ത് കണ്ണൊക്കെ എഴുതി പൊട്ടുതൊട്ട് വലിയ പെണ്ണായി. ഹരി ചിരിയോടെ അവളെ ഇക്കിളിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞതും റോഷ്നി പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവന്റെ മടിയിലിരുന്ന് കുതിരി. മടിയിരുന്ന് വീഴാൻ പോയവളെ ഹരി ചിരിയുടെ മുറുക്കെ പിടിച്ചു. റോഷ്നി രണ്ട് കൈ കൊണ്ടും അവന്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവനോട് ഒട്ടിയിരുന്നു.
ഹരി രണ്ട് കൈകൾ കൊണ്ടും അവളെ ഇടുപ്പിൽ ചുറ്റിക്കൊണ്ട് അവളെ തോളിലേക്ക് മുഖം അമർത്തി.